ഹലോ, എൻ്റെ പേര് ഹാഷ്. വി ആർ ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു കന്നഡ മൂവിയുടെ റൂമായിട്ടാണ്. മൂവിയുടെ പേരാണ് കിറിക് പാർട്ടി. 2016 ഡിസംബർ 30 റിലീസായ മൂവിയാണ്. ഈ മൂവി ഞാൻ 2017 ജനുവരി മാസമാണ് കാണുന്നത്, ഇതുപോലൊരു സമയത്ത്. എനിക്ക് ഈ മൂവി ഒരുപാട് ഇഷ്ടമായ മൂവിയാണ്. ഇതിൻ്റെ ഡയറക്ടർ ഋഷഭ് ഷെട്ടി, ഇതിൻ്റെ റൈറ്റേഴ്സ് രക്ഷി ഷെട്ടി ആൻഡ് ദ സൺസ് ഓട്സ്. രക്ഷി ഷെട്ടി ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന, അതുപോലെ രശ്മിക മന്ദാന ആൻഡ് സംയുക്ത അർജുൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഒരു രക്ഷയിലത്തെ പെർഫോമൻസ് ആയിരുന്നു ഇവർ 3 പേരും. ഇതൊരു ക്യാമ്പസ് മൂവിയാണ്. പ്രണയം ഇഷ്ടപ്പെടുന്നവർക്ക്, അതുപോലെ കോമഡി, ഇമോഷണൽ, ആക്ഷൻ, ഡ്രാമ എല്ലാം ഉള്ള ഒരു കിഡ് മൂവിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായ മൂവിയാണ് ഇത്. ഏകദേശം ഇത് ആ കാലത്ത് 2016 4 കോടി ബഡ്ജറ്റിൽ റിലീസായി വന്ന് ഏകദേശം 50 കോടി അടുത്തോളം കളക്ട് ചെയ്ത മൂവിയാണ്. എനിക്ക് ഹാപ്പി ഡേയ്സ് പോലൊരു ഇഷ്ടപ്പെട്ടൊരു മൂവിയാണിത്. പുള്ളിൻ്റെ ഇമോഷൻസൊക്കെ രക്ഷയിലായിരുന്നു. സെക്കൻഡ് ഹാഫിലൊക്കെ സീനൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ എൻ്റെ സ്റ്റോറിയിൽ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരാം. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് കരം ചൗളയാണ്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് സച്ചിൻ ബി രവി. ആൻഡ് മ്യൂസിക് ആൻഡ് സ്കോർ ചെയ്തിരിക്കുന്നത് ബി അജനീഷ് ലോക്നാഥ്. ഒരു രക്ഷയായിരുന്നു പുള്ളിയുടെ ബീജിയം ആൻഡ് മ്യൂസിക്കും. നല്ല സോങ്സും ആയിരുന്നു. അതുപോലെ ആക്ച്വലി നല്ല ബീജിയം ആയിരുന്നു. ആക്ച്വലി ഇമോഷണൽ സീൻസൊക്കെ കിട്ടുമായിട്ടുണ്ടായിരുന്നു. ഇതിൽ ക്യാരക്ടർ വരുന്നത് രക്ഷി ഷെട്ടി ചെയ്ത ക്യാരക്ടറിൻ്റെ പേരാണ് കർണ. ആൻഡ് രശ്മിക മന്ദാന ചെയ്ത ക്യാരക്ടറിൻ്റെ പേര് സാൻവി ജോസഫ്. ആൻഡ് സംയുക്ത ചെയ്ത ക്യാരക്ടറിൻ്റെ പേര് ആര്യ. സംയുക്ത സെക്കൻഡ് ഹാഫിലെ സമയത്താണ് വരുന്നത്, സെക്കൻഡ് സ്റ്റേഷനാണ് വരുന്നത്. ഫസ്റ്റ് ഹാഫും രശ്മിക മന്ദാന ആൻഡ് രക്ഷി ഷെട്ടി നൈസ് പെർഫോമൻസ് ആയിരുന്നു. എസ്പെഷ്യലി രശ്മിയുടെ ക്യാരക്ടർ, എനിക്ക് തോന്നുന്നത് രശ്മിയുടെ ക്യാരക്ടർ ബെസ്റ്റ് പെർഫോമൻസ് മൂവിയാണെന്ന് പറയാം. കാരണം എനിക്ക് രശ്മിയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 3 മൂവീസ് എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് കിറിക് പാർട്ടി ആൻഡ് ഡിയർ കോമഡറിൽ ലില്ലി എന്ന ക്യാരക്ടർ, അതുപോലെ ലാസ്റ്റ് 2022 റിലീസ് ചെയ്ത സീതാറാം മൂവി ദുൽഖർ വെച്ച് അതിലെ അഫ്രീൻ എന്ന ക്യാരക്ടർ, വഹിദ എന്ന ക്യാരക്ടർ ഒരു രക്ഷയിലായിരുന്നു. മറ്റുള്ളവർക്ക് ഇഷ്ടമാണ്. പക്ഷേ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഹീറോയിൻ അല്ലെങ്കിൽ ഹീറോയിൻ്റെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കുറച്ച് മൂവീസിൽ നമ്മൾ ഇതുണ്ടാവുള്ളൂ. അതിൽ 3 മൂവീസാണിത് രക്ഷയില്ല. ആക്ച്വലി എൻ്റെ സാൻവി എന്ന ക്യാരക്ടർ ആക്ച്വലി നമുക്കൊരു ഇമോഷണലി ഒരുപാട് കണക്ട് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഒരു സങ്കടം എന്നൊരു ക്യാരക്ടറാണ് ഫസ്റ്റ് ഹാഫിൽ. നിങ്ങൾ കണ്ടാണെന്ന് വിചാരിക്കുന്ന മൂവി. കാണാത്തവരാണെങ്കിൽ ഈ മൂവി ജിയോ സിനിമാസിൽ അവൈലബിൾ ആണ്. കന്നഡ വേർഷൻ മാത്രമേ ഉള്ളൂ. മലയാളത്തിലേക്ക് ഡബ് വന്നില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഇങ്ങനെ കണ്ട മൂവി തന്നെ കാണാൻ ശ്രമിക്കാം. നൈസായിട്ട് സബ് ടൈറ്റിൽ ഉണ്ടാവും, അതിൽ കിട്ടും. ഇത് മൂവിയാണ്. സ്റ്റോറിയിലേക്ക് വരാം. കർണ ആൻഡ് സാൻവി എന്ന ക്യാരക്ടറിനെ കാണിച്ചുകൊണ്ടാണ് പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ തമ്മിൽ ക്യാമ്പസിന് അതിനായിട്ട് കാണും. അവർ തമ്മിൽ ചെറിയ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആവും. അതിനുശേഷം അവർക്ക് 2 പേർക്കും അങ്ങോട്ടും ചെറിയ ക്രഷിങ്